തുടരും. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നിഷാദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. നിഷാദ്, പറഞ്ഞതുപോലെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് ഈ ഘട്ടത്തിൽ സാധ്യമാണോ നിഷാദ്? അനീഷ, ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ട്. ഇതിന് മുൻപ് അദ്ദേഹത്തെ കോൺഗ്രസിലും സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള സോളിഡായിട്ടുള്ള ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഒരു കോടതി നടപടിയും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു ദിവസം വീട്ടിൽ അടച്ചിരുന്ന ശേഷം തിരിച്ചു വരാൻ അദ്ദേഹം ശ്രമം നടത്തിയപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാദേശിക തലത്തിലെ സഹായം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മുതിർന്ന നേതാക്കൾ പോലും അദ്ദേഹം ആ വഴിക്ക് വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന നില സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇത് കേരളം ആകമാനം ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു കേസാണ്. 2 കേസുകൾ കോടതിയിലുണ്ട്. 2 ഗുരുതര സ്വഭാവമുള്ള FIRകൾ ഇദ്ദേഹത്തിനെതിരെ ഇട്ടിട്ടുണ്ട്. പുറത്തിറങ്ങാതെ കഴിഞ്ഞ 13-14 ദിവസവുമായി അദ്ദേഹം എവിടെയോ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇനി തിരിച്ചു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്വീകരിക്കാനോ ചേർത്തു പിടിക്കാനോ അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു നിലയ്ക്കും ഇവിടെ അവശേഷിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇപ്പോൾ പാലക്കാട്ടെ MLA മാത്രമാണ്. കോൺഗ്രസിൽ അദ്ദേഹത്തിന് പ്രാഥമിക അംഗത്വം പോലുമില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ ഒരാളും അദ്ദേഹവുമായി ഒരു ഘട്ടത്തിലും പരസ്യമായോ രഹസ്യമായോ സഹകരിക്കരുതെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന അദ്ദേഹത്തെ സ്വീകരിക്കാൻ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും അവശേഷിക്കുന്നില്ല എന്നതാണ് സാങ്കേതികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് കഴിഞ്ഞ തവണ പാലക്കാട്ടേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു അനുചരവൃന്ദത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഇത്തവണ അത് ഉണ്ടാവാനുള്ള സാധ്യത തുലോം തുച്ഛമാണ്. ഒരു തെരഞ്ഞെടുപ്പ് ദിവസവും കൂടിയാണ്. നാളെ അദ്ദേഹം ഏതെങ്കിലും ഒരു ബൂത്തിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി വരുമ്പോൾ അദ്ദേഹത്തെ അനുഗമിക്കാൻ കോൺഗ്രസ്സുകാരുണ്ടാകുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, പാർട്ടി നേതൃത്വം ഒരു തീരുമാനമെടുത്താലും അതേ തീരുമാനം ആ നിലയ്ക്ക് നടപ്പിലാക്കി പോകാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല കോൺഗ്രസിലുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയതിനു ശേഷവും അദ്ദേഹത്തിന് അവിടെ അനുഭാവമുള്ളവർ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ, കോൺഗ്രസ്സുകാർ നേതാക്കൾ ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ കൂടുന്നത് പാലക്കാട്ട് നമ്മൾ കണ്ടതാണ്. അതുപോലെ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രാഥമിക അംഗത്വം നിന്നുള്ള പുറത്താക്കലിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദം അദ്ദേഹത്തിനൊപ്പം നാളെ കൂട്ടം കൂടാൻ വരുമോ? വെട്ടുകിളിക്കൂട്ടം പഴയതുപോലെ സജീവമായി രംഗത്ത് വരുമോ? അവർ നേതൃത്വത്തെ വെല്ലുവിളിക്കുമോ? നേതാക്കളെ ചീത്ത വിളിക്കുന്ന പ്രവർത്തനം തുടരുമോ? അതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. കോൺഗ്രസിന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം സകല സ്വഭാവത്തിലും നടപ്പിലാക്കാൻ കഴിയുന്ന സംവിധാനമുണ്ടോ, ശേഷിയുണ്ടോ, ആർജവമുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും എന്നറിയാൻ കഴിയും നാളെ രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് വരുമ്പോൾ. രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ല എന്ന് അദ്ദേഹത്തെ വേട്ടയാടിയതാണെന്നൊക്കെയുള്ള സിദ്ധാന്തം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവർ നാളെ രാഷ്ട്രീയക്കാരുടെ രൂപത്തിൽ, കോൺഗ്രസ്സുകാരുടെ രൂപത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കാനും ആനയിക്കാനും അണച്ചുപിടിക്കാനും രംഗപ്രവേശം ചെയ്യുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നു. നോർമലി നമ്മൾ നോക്കിയാൽ രാഹുലിനെ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചവിട്ടി നിൽക്കാനുള്ള രാഷ്ട്രീയ പ്രതലം എന്ന് പറയുന്ന സംഗതിയില്ല, പാർട്ടിയില്ല, മുന്നണിയില്ല, പാർട്ടിക്കാർ അദ്ദേഹത്തോട് സഹകരിക്കാൻ പാടില്ല എന്നതാണ് പാർട്ടിയുടെ പൊതുവായ ഇപ്പോഴത്തെ ഒരു നയവും സമീപനവും. അതുകൊണ്ട് തിരിച്ചു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് വഴി തന്ത്രപരമായി ഒരു റീഎൻട്രിക്ക് ശ്രമിച്ചതുപോലെ ഇത്തവണ അത്തരം വാതിലുകളോ ജനാലകളോ ബാക്കി നിൽക്കുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇനി മുന്നിലുള്ള കടമ്പ വ്യക്തിപരമായി ഈ കേസുകളെ സമീപിക്കുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും കേസുകളെ വ്യക്തിപരമായി നേരിട്ടുകൊണ്ട് ആ കേസിൽ നിന്ന് സാങ്കേതികമായ നിയമപരമായ വിമുക്തി നേടലാവും ഒന്നാമത് ചെയ്യേണ്ട കാര്യം. ആ 2 കേസുകളിൽ നിന്നും പുറത്തു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ മാത്രമാണ് രാഷ്ട്രീയമായ ഒരു തിരിച്ചുവരവിന്റെ വാതിൽ അദ്ദേഹത്തിന് തുറക്കാൻ കഴിയുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എവിടെയും അടുക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടി വരും. ഒരുപക്ഷെ ഫെന്നി നൈനാനെ പോലെയുള്ള ഏറ്റവും ക്ലോസ് സൈഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടാവുക. അതിനപ്പുറമുള്ള ആൾക്കാരോ പാർട്ടിയോ ഇപ്പോൾ ബാക്കിയില്ല എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു നേതാവിനും അദ്ദേഹത്തെ അടുപ്പിക്കാൻ കഴിയാത്ത പരിമിതാവസ്ഥയുണ്ട്. അതോ അതിനപ്പുറം പോയി കോൺഗ്രസ് അതിൻ്റെ സഹജമായ സ്വഭാവം പല ഘട്ടത്തിലും കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ പാലക്കാട്ട് കണ്ടതാണ്. അത് നാളെ ആവർത്തിക്കുമെന്നുള്ളത് നോക്കി തന്നെ ഇരിക്കണം അനീഷ.